നമസ്കാരം. അപ്പുണ്ണീസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റമാണ്, മാംഗോ മൂസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുകൂടാതെ നമുക്ക് നാട്ടിലുള്ള മാങ്ങ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്കിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് തന്നെ. അപ്പോൾ കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള ഏത് മാംഗോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്ന് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ ആ ബെൽ ബട്ടണും. പിന്നെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒരു നാണവും വിചാരിക്കാണ്ട് എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പെണ്ണുമ്പിള്ളെല്ലാം സെറ്റാക്കി വെച്ചേക്കുകയാണ്. പിന്നെ നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുമാത്രമല്ല, കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് ഏതൊക്കെ ദിവസമാണ് വരുന്നത്. അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ നമ്മൾ അതിന് മുമ്പേ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ കാണുക. അപ്പോൾ എല്ലാവരും ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അത് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടില്ലേ? 3 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ. അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീം, കണ്ടൻസ് മിൽക്ക്, മാങ്ങ. 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വാ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത മാങ്ങ ഇതേമാതിരി സ്ലൈസ് ചെയ്ത് ചെറിയ ക്യൂബുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത മാങ്ങയായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. അൽഫോൺസ മാംഗോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും ഇതിൽ. ഇതേമാതിരി നല്ല രീതിയിൽ സ്കൂപ്പ് ചെയ്ത് മിക്സിയിലേക്ക് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. അധികം ജ്യൂസ് പരുവത്തിലാവുകയും ചെയ്യരുത്, എന്നാൽ നന്നായിട്ട് അരയും വേണം. ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കണ്ടൻസ് മിൽക്ക്, അഥവാ നിങ്ങൾ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മിൽക്ക് മെയ്ഡ് നന്നായിട്ട് വിസ്ക് ചെയ്യുക. ഇതിൽ നിന്നും നമ്മളുടെ അടിച്ചു വെച്ച മാംഗോ പൾപ്പ് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് മാറ്റാം. കുറച്ചെടുത്ത് മാറ്റി വയ്ക്കണം. അത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. ഇതേപോലെ മാംഗോ പൾപ്പായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു തിക്നെസ് പോവുകയും ചെയ്യരുത്, എന്നാൽ മാംഗോൻ്റെ ആ ഒരു ഫ്ലേവറും കളറും കിട്ടത്തക്ക രീതിയിൽ ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ മെത്തേഡ്സ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേമാതിരി ഗ്ലാസ്സിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ആ ക്രീം എടുത്ത് അതിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് പൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ പൈപ്പ് ചെയ്യാം.
അതിൻ്റെ മുകളിലേക്ക് നേരത്തെ അടിച്ചു വെച്ച പൾപ്പ് ഇരിപ്പുണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ മാംഗോൻ്റെ ചെറിയ ക്യൂബ്സും നമുക്ക് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാം. നന്നായിട്ട് ചില്ല് ചെയ്യുക, എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാംഗോ മൂസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വിഭവമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.